ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇഞ്ചി പച്ചടിയാണ് ഇന്നത്തെ വീഡിയോ. ഇഞ്ചി വെച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഗുണങ്ങളുള്ള ഒരു കറിയും കൂടിയാണിത്. സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണിത്. അസിഡിറ്റി, ഗ്യാസിൻ്റെ പ്രോബ്ലംസ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊക്കെയും ഈ കറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി നമ്മൾക്ക് ചോറുണ്ണാനായിട്ട്. അത്രയും ടേസ്റ്റാണിതിന്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യമേ തന്നെ 1.5 കപ്പ് കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഞ്ചി പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പുളി കൂടിയ തൈരും പുളി കുറഞ്ഞ തൈരും എടുക്കരുത്. പാകത്തിനുള്ള പുളി മാത്രമേ പാടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് വേണ്ട ബാക്കി ചേരുവകൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പച്ചടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ ചേർക്കും. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പ്രധാന ചേരുവയായ ഇഞ്ചിയാണ്. ഇഞ്ചി ഇതേപോലത്തെ കഷ്ണങ്ങളാക്കിയത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച തൈരല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരച്ചെടുത്ത തേങ്ങയുടെ മിക്സ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തൈരിൽ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. തൈര് അടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മിക്സിയിൽ അടിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ടാണ് ഇതേപോലെ വിസ്ക് വെച്ചിട്ട് അടിക്കാൻ പറയുന്നത്. തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നമ്മൾ പിന്നെ അത് പച്ചടി എന്നാണ് പറയാറ്. ഇഞ്ചി തൈര് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനകത്ത് നമ്മൾ തേങ്ങ ചേർക്കാറില്ല. ഇപ്പോൾ ഞാനിതോടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടാകുമ്പോൾ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. 2-3 ഉണക്കമുളക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയെല്ലാം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂടോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തൈരിൻ്റെ മുകൾ ഭാഗം പിരിഞ്ഞ പോലെ വരും. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഇട്ടാൽ മതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിതിവിടെ ഒരുപാട് ചൂടോടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഇഞ്ചി പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കിയാൽ അന്ന് തന്നെ തീർക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. ഇഞ്ചിത്തൈരാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, കാരണം അതിനകത്ത് നമ്മൾ തേങ്ങ ചേർക്കാത്തത് കൊണ്ട് കേടാവത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കറിയും കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മളുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇഞ്ചി പച്ചടി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്